ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഇന്ന് തുമ്പി ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റു 9:30 ആകുമ്പോൾ അവിടെ ചെല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 9:30 ആവണതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പോകണം. അന്നേരം ഇവിടുന്ന് കുറച്ച് വഴിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ നേരത്തെ വിളിച്ചപ്പോൾ തന്നെ എണീറ്റു. സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് വേഗം തന്നെ എണീറ്റ് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വേഗം ഫുഡൊക്കെ കഴിച്ച് വളി മാലയൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി പോകാൻ വേണ്ടി നിൽക്കണ്ട. ഇത് റോസ് കളറാണ് എല്ലാത്തിനും. വളി മാലി സ്ലൈഡൊക്കെ റോസ് കളറിലാണ് കുത്തണതെന്ന്. എൻ്റെ കയ്യിൽ റോസ് കളറുള്ള കാരണം എല്ലാം റോസ് കളറിൽ കുത്തണമെന്ന് മാത്രം. അങ്ങനെ എല്ലാത്തിനും മാച്ചിങ് ഒന്നും നോക്കാറൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ലൈഡൊക്കെ കുത്തി മുടിയൊക്കെ ഈരി സ്ലൈഡൊക്കെ കുത്തി ഇത് കഴിഞ്ഞിട്ട് കണ്ണും പൊട്ടും കുത്തണം എഴുതണം. അപ്പോൾ കണ്ണ് എഴുതാൻ വേണ്ടി ഐലൈനർ എടുത്തു. കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാല് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വാലിടും, ഒരു കുഞ്ഞു പൊട്ടും. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പറയണേ ഞാൻ സുന്ദരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ ആദ്യമായിട്ടാണ് പോണേ, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാനുണ്ട്. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വീഡിയോയിൽ ഫോണിൽ നോക്കിയിട്ട് അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞു പോകണ്ട. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി ഞാനും റെഡിയായി. ഇന്ന് ഞാൻ പോകുന്നുണ്ട്. അതായത് ഞാനും വേഗം പോയി റെഡി ആയതിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആദ്യമായിട്ട് പോകണതാണ്. അല്ലെങ്കിലും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് എൻ്റെ അപ്പച്ചൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ കൂടെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇതാണ് തുമ്പിമോള് പഠിക്കാൻ പോണ സ്കൂള്. 2 കൂട്ടുകാരും കൂടി ഒരുമിച്ച് നിൽക്കണത് ആഗ്നസ് എന്ന് പറഞ്ഞാൽ അവളുടെ കൂട്ടുകാരിയുടെ പേര്, പിന്നെ ഹൈറ എന്ന് പറഞ്ഞ കൂട്ടുകാരും കൂടി ഉണ്ടിട്ട് ഇവരെല്ലാവരും 3 പേരും അംഗനവാടിയിൽ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അച്ഛന്മാർ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ഓരോ ബലൂണും ഓരോ കോലുമിഠായും കൂടിയും കൊടുത്ത് എല്ലാവരും സ്വാഗതം ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കടത്താണ്ടത്. തുമ്പിക്കും കിട്ടി ബലൂണും കോലുമിഠായും. അങ്ങനത്തെ ബലൂണും കോലുമിഠായും പിടിച്ചത് ഇങ്ങനെ നടക്കാനായിട്ടാ. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ 2 വരിയായിട്ട് നിന്നിട്ട് ആണ് ഓഡിറ്റോറിയത്തിലേക്ക് ഇനി പോണത്. അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് മുന്നേ കളഭം തൊടിയിക്കലുണ്ടായിരുന്നു. അങ്ങനെ കളഭമൊക്കെ തൊട്ട് തുമ്പിതേ സ്റ്റെപ്പൊക്കെ കയറി കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകണ്ട. അപ്പോൾ 2 സൈഡ് നന്നായി അലങ്കരിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അങ്ങനത്തെ ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്ന് ഇതേ കസാര ഇട്ടിട്ടുണ്ട്. കസാരയും എല്ലാവരും ഇരിക്കുകയാണ്. ഇങ്ങനെ റെഡ് കളർ ബലൂണൊക്കെ പിടിച്ചിരിക്കണതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ. അത് ഡാൻസും പാട്ടും പ്രസംഗവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ തിരിതെളിയിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എഴുത്തിനിരുത്തലുണ്ടായിരുന്നു. തുമ്മിനെ ഇവിടെ നമ്മൾ എഴുത്തിനിരുത്തിയായിരുന്നു ഒരു വട്ടം. എന്നാലും അവിടെ എഴുത്തിനിരുത്തലുണ്ടായിരുന്നു. അങ്ങനത്തെ എഴുത്തിനൊക്കെ ഇരുത്തി അച്ഛൻ്റെ കൈ പിടിച്ച് എന്ന് പറഞ്ഞ് എഴുതിച്ചായിരുന്നു. അങ്ങനത്തെ എഴുതിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് പോകാൻ കേട്ടോ. ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സിലേക്ക് പോകണം. ഇതാണ് തുമ്പിയുടെ ക്ലാസ്. അങ്ങനത്തെ ക്ലാസ്സിൽ പോയി ഏറ്റവും ഫ്രണ്ടിൽ പോയി ബെഞ്ചുമ്പോൾ കയറി കുത്തിയിരുന്നു കേട്ടോ. അവൻ്റെ ടീച്ചർ ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് തരായിരുന്നു. ഇനി തുടങ്ങി എങ്ങനെയാവണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് തരായിരുന്നു. അങ്ങനെ ടീച്ചർ അതൊക്കെ പറഞ്ഞത് തുമ്പി ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം നല്ല അച്ചടക്കത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അമ്മമാരൊക്കെ ഉള്ള കാരണമായിരിക്കും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. LKG UKG പിള്ളേരെ അപ്പോൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടോ അതിലൊക്കെ കയറി കുത്തിയിരുന്ന് കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കുത്തിയിരുന്ന് ആടലും ഇവിടെ ഇഴുകലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെയൊക്കെ കുറേ നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.